സുപ്രസിദ്ധ സിനിമാറ്റോഗ്രാഫർ സുന്ദർദാസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് ഒരു സന്യാസയാത്രയിലാണ്. രാമേശ്വരത്തുനിന്നും ആരംഭിച്ച ആ യാത്ര മധുര മീനാക്ഷി ക്ഷേത്രം പിന്നിട്ട് ആഗ്രയിലെ താജ് മഹലും പിന്നിട്ട് വീണ്ടും വടക്കോട്ട് യാത്ര തുടരുകയാണ്. Under the moon's glow, the air is thick, it's hard to breathe. What hides beneath these falling leaves? A clock that ticks, but time feels still. Whispers dance around against my ഉരുക്കുചക്രങ്ങൾ പാളത്തിൽ ഉരഞ്ഞമരുന്ന ശബ്ദം എന്നെ സ്ഥലകാലബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. നേരം പുലർന്നു തുടങ്ങിയിരിക്കുന്നു. എന്റെ സീറ്റിനു മുന്നിൽ ഇരുന്ന യാത്രക്കാരെല്ലാം എവിടെയൊക്കെയോ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. പുതിയ ചില യാത്രക്കാർ ആ സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അവരുടെ ഇടയിൽ ഏതാണ്ട് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അവന്റെ മുഖത്ത് എന്തോ ഒരു വിഷാദഭാവം നിറഞ്ഞു നിന്നിരുന്നു. അവൻ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവന്റെ ആ മുഖഭാവം എന്റെ ഓർമ്മകളെ മൊറാദാബാദിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വർഷങ്ങൾക്കു മുൻപ് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഡോക്ടർ ശിവറാമിന്റെ പാരാസൈക്കോളജിയെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധ രചനയ്ക്കാവശ്യമായ സ്റ്റിൽസ് എടുക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം മൊറാദാബാദിൽ പോകാനിടയായത്. 5.5 വയസ്സുള്ള പ്രമോദ് എന്ന ബാലൻ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവന് സ്വന്തമായി ഒരു ഹോട്ടൽ ഉണ്ടെന്ന് അവകാശപ്പെടാൻ തുടങ്ങി. പിന്നീടെപ്പോഴോ അത് മൊറാദാബാദിലാണെന്ന് അവൻ വെളിപ്പെടുത്തി. അവന്റെ ഹോട്ടലിന്റെ പേര് മോഹൻ ബ്രദേഴ്സ് എന്നാണെന്നു കൂടി പറഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾ അസ്വസ്ഥരാകാൻ തുടങ്ങി. സാരംപൂരിൽ തന്റെ സഹോദരന്റെ അടുത്തു പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ രക്ഷിതാക്കൾ അവൻ പറഞ്ഞ ഹോട്ടൽ തിരക്കിപ്പിടിച്ചു. മോഹൻലാൽ എന്നു പേരുള്ള ഹോട്ടലുടമയുടെ സഹായത്തോടെ അവൻ പറഞ്ഞ സഹോദരനെയും അവർ കണ്ടെത്തി. സത്യമറിയാനായി പ്രമോദിനെയും കൂട്ടിവരുവാൻ അവർ രക്ഷിതാക്കളെ നിർബന്ധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ പ്രമോദ് പ്ലാറ്റ്ഫോമിൽ കൂടി നിന്നവർക്കിടയിൽ നിന്നും കഴിഞ്ഞ ജന്മത്തിലെ തന്റെ സഹോദരനെ തിരിച്ചറിഞ്ഞു. സാരംപൂരിലെ വിശാലമായ പൊതുനിരത്തുകളും വഴിവാണിഭക്കാരുമെല്ലാം അവന് പരിചിതമായിരുന്നു. നിരത്തിലൂടെ കടന്നുപോയപ്പോൾ ടൗൺ ഹാളും തന്റെ ഹോട്ടലിലേക്ക് പോകുന്ന വഴികളും പ്രമോദ് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയ പ്രമോദ് നേരെ പോയത് കിടപ്പുമുറിയിലേക്കാണ്. ഹോട്ടലിന്റെ ഇപ്പോഴത്തെ ഉടമയായ മോഹൻലാലിന്റെ ബന്ധുവായ പരമാനന്ദ് വർഷങ്ങൾക്കു മുൻപ് ആ വീട്ടിൽ വെച്ച് ദുർമരണമടഞ്ഞിരുന്നു. താനാണ് മരിച്ചുപോയ പരമാനന്ദ് എന്ന് പ്രമോദ് അവകാശപ്പെട്ടു. പരമാനന്ദിന്റെ എല്ലാ ബന്ധുക്കളെയും പ്രമോദ് തിരിച്ചറിഞ്ഞു. അനേകം പൂർവാനുഭവങ്ങൾ പ്രമോദ് പൂർവ്വജന്മസ്മൃതിയിൽ നിന്നും ഓർത്തെടുത്തു വിവരിച്ചപ്പോൾ അവിടെ കൂടിയവരെല്ലാം അത്ഭുതപ്പെട്ടു. ഹോട്ടലിലെത്തിയ പ്രമോദ് അവിടെ മുൻപുണ്ടായിരുന്ന പലതും കാണാനില്ലെന്നും എല്ലാം മാറ്റിമറിച്ചതായും പരാതിപ്പെട്ടു. 5.5 വയസ്സു മാത്രം പ്രായമുള്ള ഈ ബാലൻ ബിസ്ക്കറ്റും കേക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി വിവരിച്ചപ്പോൾ ഹോട്ടൽ ജോലിക്കാർ അമ്പരന്നു. നിജസ്ഥിതി തെളിയിക്കാനായി പ്രമോദിനെ മനഃശാസ്ത്രജ്ഞന്മാർ പല രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ച് പരീക്ഷിച്ചെങ്കിലും അവയ്ക്കെല്ലാം കൃത്യമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ബാലൻ മനഃശാസ്ത്രജ്ഞന്മാരെ അമ്പരപ്പിച്ചു. ഇത്തരം പല സംഭവങ്ങളും പ്രശസ്തരായ പല പാരാസൈക്കോളജിസ്റ്റുകളും അവരുടെ കേസ് ഡയറികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു സംഭവത്തിൽ ഞാൻ ഒരു നേർസാക്ഷിയുമാണ്. എങ്കിൽ പോലും എന്റെ ശാസ്ത്രമനസ് വീണ്ടും വീണ്ടും സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ പുനർജന്മം ശരിക്കും സത്യമായിരിക്കുമോ? Under the moon's glow, the air is thick, it's hard to breathe. What hides beneath these falling leaves? A clock ഞാൻ മയക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ ട്രെയിൻ കാശിയിലെത്തിക്കഴിഞ്ഞിരുന്നു. Thank you for watching. Stay tuned for the next episode. Goodbye.